എൻ്റെ പേര് ഡോക്ടർ തോമസ് മാത്യു. ഞാൻ ഇവിടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ECP ക്ലിനിക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പേഷ്യൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ ഈ ECPയെ പറ്റി പറഞ്ഞവരെ മനസ്സിലാക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ECP ചികിത്സ അവരെ വിധേയരാക്കുകയും ചെയ്യുന്നു. ECP എടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി അവരെ കൂടുതൽ രീതിയിൽ പിന്നെയും അവരെ എക്സസൈസ് ചെയ്യാനും അവരുടെ ഡയറ്റ് കറക്റ്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യും. ഇത് ECP എന്ന് പറഞ്ഞാൽ നമ്മൾ 35 ദിവസത്തേക്കാണ് ചെയ്യുന്നത്. ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലർ പറയാറുണ്ട്. എന്നാലും അത് ജീവിതത്തിലെ മാറ്റിമറിക്കുന്ന ഒരു ചികിത്സയാണിത്. അതുകൊണ്ട് അത്രയും സമയം എടുത്താലും അത് നല്ല രീതിയിൽ അത് റീജുവിനേഷൻ വരുമെന്നുള്ളതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. വലിയ ഓപ്പറേഷനിലേക്കും ചിലവ് കൂടിയ ആൻജിയോപ്ലാസ്റ്റിയിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ECP ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. 14 വർഷമായിട്ട് ഞങ്ങളിവിടെ ചികിത്സ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം 1000-ഓളം പേഷ്യൻസിന് ചികിത്സ നൽകി വിജയകരമായിട്ട് ഞങ്ങൾ അവരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ 35 ദിവസം എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ കാലയിൽ കെട്ടുന്ന ഈ കഫുകൾക്കകത്തുള്ള പ്രഷർ വളരെ പ്രധാനമാണ്. ഈ പ്രഷർ ആദ്യം ചെറിയ രീതിയിൽ നൽകാൻ പറ്റുള്ളൂ. അത് ആദ്യം ഒരു 10-15 ദിവസത്തേക്ക് ചെറിയ രീതിയിൽ കാലിലെ പ്രഷർ കൊടുത്തിട്ട് പിന്നീട് അത് നമ്മൾ ഉയർന്ന പ്രഷറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ക്രമേണ. അങ്ങനെ ഒരു ഉയർന്ന പ്രഷറിൽ ഏകദേശം 0.033 പ്രഷർ വരെ നമ്മൾ ഒരു 20 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൊടുക്കും. അങ്ങനെ 0.033 പ്രഷർ ഒരു 10-15-20 ദിവസത്തേക്ക് ECPയിൽ നമുക്ക് പേഷ്യൻറ്റിന് നൽകുവാനുണ്ട്. അങ്ങനെ നൽകുവാൻ കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഹൃദയത്തിലെ പുതിയ ഞരമ്പുകൾ സൃഷ്ടിക്കുകയും പഴയ ഞരമ്പുകൾക്ക് കൊളാറ്ററൽ ഗ്രന്ഥികൾ രൂപപ്പെടുകയും ചെയ്യും. നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ഒരു മാരത്തോൺ റണ്ണറിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ ആദ്യം ഒരാൾ ഒരു ദീർഘദൂരം ഓടാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ആദ്യം ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഒക്കെ അവർക്ക് തുടങ്ങുന്ന സമയത്ത് ഓടാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതേസമയം അവർ നിരന്തരമായ പരിശീലനത്തിലൂടെ ദൂരം കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും. അതേസമയം ഒരു 3 മാസമോ 4 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഈ മാരത്തോൺ ഓട്ടം അവർക്ക് ഒരു 10-23 കിലോമീറ്റർ ഓടാൻ അവർക്ക് ശേഷി വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിലെ ഞരമ്പുകൾ വികസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഓടാൻ പറ്റുന്നത്. അങ്ങനെ അനന്തമായി ഹൃദയത്തിൻ്റെ ഞരമ്പുകൾ വികസിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്നേരം ആ സാധ്യതയാണ് നമ്മൾ ചൂഷണം ചെയ്ത് നമ്മൾ ECPയിൽ കൂടെ ഹാർട്ടിനെ എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ട് ഹാർട്ടിൻ്റെ ഈ ബലഹീനതയെ നമ്മൾ മാറ്റി എടുക്കുന്നത്. ഈ ചികിത്സ വളരെ സുഖകരമായിട്ടുള്ള ചികിത്സയാണ്. 1 മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾ വളരെ റിലാക്സ് ചെയ്യുകയും ഉറങ്ങുകയുമാണ് സാധാരണ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ BP എടുത്ത് നോക്കും. അന്നേരം BP സാധാരണയായി ചെയ്തതിന് ശേഷം BP കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൾസ് റേറ്റ് തുടങ്ങുന്ന സമയത്തിനേക്കാളും കുറഞ്ഞതായിട്ടാണ് ഇതിന് ശേഷം കാണപ്പെടുന്നത്. പിന്നെ പലർക്കും ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് പലർക്കും ഷുഗർ കൺട്രോളിലാവാത്തവർക്ക് പലർക്കും ഇത് ഷുഗർ കൺട്രോളിലായി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ECP ചികിത്സ യാതൊരു റിസ്ക്കും ഇല്ലാത്ത ഒരു ചികിത്സയാണ്. ശരീരത്തിൽ കുത്തിവയ്പ്പൊന്നും നമ്മൾ ചെയ്യുന്നില്ല, മരുന്നുകളൊന്നും അഡീഷണലായിട്ടൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു സുഖ ചികിത്സയാണ്. അതുപോലെ തന്നെ റീജുവിനേഷന് വേണ്ടി സ്പോർട്സ്മാൻസ് കൂടുതൽ സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാൻ പറ്റും.